ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ക്രോപ്പ് ടോപ്പും അതുപോലെ സ്കേർട്ടും സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ബൊട്ടേക്കിലേക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വിഷുവൊക്കെ ആയതുകൊണ്ട് നമുക്ക് സ്കേർട്ട് ആൻഡ് ടോപ്പിനൊക്കെയാണ് ഓർഡേഴ്സ് കൂടുതൽ. അപ്പോൾ അതിൽ വേണ്ടി ചെയ്തിട്ടുള്ളൊരു വർക്കാണിത്. അപ്പോൾ ഇത് 6 വയസ്സായ ഒരു കുട്ടിയുടെ മെഷർമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈനിങ്ങിലാണ് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത്. ഒരു 5 ഇഞ്ച് ഷോൾഡറും 5 ഇഞ്ച് ആം ഹോളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്പീഡായിട്ട് കാണിക്കുന്നുണ്ട്, കാരണം കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വരുമ്പോൾ കുറച്ച് ലെങ്തി ആവും, അത് കാരണം കൊണ്ടാണ് കേട്ടോ. ഇനി ചെസ്റ്റും അതുപോലെ തന്നെ വേസ്റ്റും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേസ്റ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുൾ ലെങ്ത്ത് എത്രയാണോ, ക്രോപ്പ് ടോപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്തിട്ട് എക്സ്ട്രാ ഒരു 2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 6.5 ഇഞ്ചാണ് ഞാൻ ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ളത്, 6 ഇഞ്ചാണ് വേസ്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ടാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആം ഹോൾ കർവ് വെച്ചിട്ട് ആ ഒരു ഇതും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവ് നമ്മളൊരു 2.5 ഇഞ്ച് വിഡ്ത്തും അതുപോലെ തന്നെ ലെങ്ത്ത് ഒരു 3-3.5 ഇഞ്ച് വരെ നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഞാൻ എക്സ്ട്രാ വിട്ടിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്, കാരണം നമ്മൾ ലൈനിങ് പീസ് വെച്ചിട്ട് തന്നെയാണല്ലോ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു മെയിൻ ക്ലോത്തിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ആ സൈഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ നിന്ന് ഇങ്ങനെ നൂല് വലിയുന്ന പോലത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതലിട്ടിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ അതുമൊന്ന് വലിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ആദ്യം ഇങ്ങനെ കട്ട് ചെയ്തു. അതിന് ശേഷം സ്ലീവിൻ്റെ ഭാഗത്ത് നമ്മൾ ഓൾറെഡി അരയിഞ്ച് വിട്ടിട്ട് തന്നെയാണല്ലോ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ അത്രയും വീണ്ടും ഇടണ്ടെന്ന് വെച്ചിട്ട് ആ ഒരു സ്ലീവിൻ്റെ പോർഷൻ കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കണ്ടോ, സെറ്റായില്ലേ? മുഴുവനായിട്ട് എല്ലാവരും കാണാം കേട്ടോ. ഇടയിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കാണുമ്പോൾ ഞാൻ എന്തെങ്കിലും പറയുന്നത് വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു വരുമ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് മുഴുവനായിട്ട് കാണാനായിട്ട് പറയണേ. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷനിലേക്ക് വരാം. ടോപ്പിന് അത്രയും മതി. ഇനി സ്കേർട്ടിൻ്റെ പോർഷനിൽ വരുമ്പോൾ ലെങ്ത്തിൽ ഞാൻ ഫോൾഡ് ചെയ്തൊക്കെയാണ് ആ ഒരു തുണീനെ 2 മീറ്ററാണ് കേട്ടോ. ലെങ്ത്ത് ഒരു 25 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് നമ്മുടെ ആ ഒരു ബാൻഡിന് വരും. അപ്പോൾ മൊത്തം ഒരു 27 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത് കേട്ടോ. പിന്നെ ആ ഒരു വിഡ്ത്ത് മുഴുവനായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. പ്ലീറ്റ്സ് ഇട്ട് വരുമ്പോൾ നമ്മുടെ വേസ്റ്റ് റൗണ്ടിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ബാൻഡിൻ്റെ ലെങ്ത്ത് നോക്കുക. ബാൻഡിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂട്ടി ഒരു 2 ഇഞ്ച് കൂടുതലായിട്ട് ഞാനൊരു 15 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം സ്കേർട്ട് കറക്റ്റ് ഇങ്ങനെ ഇറുകിയിരിക്കാതിരിക്കാൻ കുറച്ച് ഒരു ലൂസിൽ കിടന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. 12 ആണ്, അപ്പോൾ 15 ഇഞ്ച് എടുക്കുക നമ്മൾ. എന്നിട്ട് ബാൻഡിന് ഒരു 6 ഇഞ്ച് വിഡ്ത്തും കൂടിയും കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മടക്ക് വരും, കുറച്ച് കനത്തിൽ ഫോൾഡിങ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ഇത് മടക്കി വരുമ്പോൾ നമുക്ക് ആ ബാൻഡിൻ്റെ ഒരു വീതി എന്ന് പറയുന്നത് 2 ഇഞ്ചായിരിക്കും. നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം. സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം ശ്രദ്ധിക്കുക കേട്ടോ. എങ്ങനെയാണ് നമ്മൾ ആ എക്സ്ട്രാ ഇട്ടിട്ടുള്ളത് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റിൽ തന്നെ നമ്മൾ നെക്കാണ് ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പം സെൻറ്റർ കണ്ടിട്ട് ഞാനൊരു സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾ നെക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ എത്ര നമുക്ക് ഷോൾഡറിൻ്റെ ഇത് വേണമെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് നെക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് 2 ഇഞ്ച് അടിച്ച് കഴിഞ്ഞിട്ടെങ്കിൽ 2 ഇഞ്ച് മതി. അപ്പോൾ ഞാൻ അവിടെ ഒരു 2.5 ഇഞ്ച് വീതി എടുത്തിട്ടുണ്ട് നമ്മുടെ നെക്കിന്. ഞാൻ താഴേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല സൈഡിൽ നമ്മുടെ ലൈനിങ് വെച്ചിട്ട് നെക്ക് അടിച്ചിട്ട് ബാക്കിലോട്ട് മറിച്ചെടുക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു 3 സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഒരു 1/2 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ കട്ടുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കത് തിരിഞ്ഞ് വരുന്ന സമയത്ത് നല്ല ഈസി ആയിട്ട് നല്ല നീറ്റായിട്ട് തന്നെ അതിനെ തിരിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ ബാക്കിലേക്ക് തിരിച്ചിടുക. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗം, നമ്മൾ സ്ലീവ് വേറെ കൊടുക്കുന്നില്ല, സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ള പോർഷനാണ്. അപ്പോൾ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ അടിച്ചു പോകുമല്ലോ, ആ 1/2 ഇഞ്ചാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു വരയുമ്പോൾ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പുറത്ത് കിടക്കുന്നത് നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ്. നമ്മളത് അവിടെ ഒരു ഇത് എക്സ്ട്രാ ഇട്ടിട്ടാണ് ആദ്യം വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ആ വരച്ചേമ്മ കൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് അവിടെ സെറ്റായി. ഇനി ഇവിടെ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ തിരിച്ചെടുക്കാം.
ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാ ക്രോസ് പീസ് ഒന്നും വെച്ചിട്ട് നമുക്ക് പിന്നെ സ്ലീവ് ജോയിൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഈ ഒരു ലൈനിങ്ങുമ്മേ തന്നെ നമ്മളുടെ നെക്കും സ്ലീവും അതുപോലത്തെ താഴത്തെ പോർഷനും എല്ലാം നമ്മൾ ഈ ഒരു ലൈനിങ്ങുമ്മേ തന്നെയാണ് ഫിനിഷ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ 2 സ്ലീവും അതുപോലെ തന്നെ നെക്കും സെറ്റായിട്ടുണ്ട്. ഇനി ഇപ്പുറത്തോട്ട് മറച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ ഈ ഒരു ഫാബ്രിക്കൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് ചെറിയ ചൂടിലിട്ടിട്ട് അയൺ ചെയ്യുക. ഹീറ്റ് നോക്കിയിട്ട് വേണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ചുളിഞ്ഞ പോലത്തെ ഒരു എഫക്റ്റ് വരും. അപ്പോൾ അതന്നെ ഒരു ഭംഗിയില്ലാണ്ടാവും. ഇനി നമുക്കിതിനെ മടക്കി നോക്കിയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ അങ്ങനെ പൊങ്ങി നിൽക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഞാനവിടെ കുറച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ കട്ട് ചെയ്ത് കളയാൻ പോവാണ്. ഇനി നമുക്ക് ബാക്ക് സൈഡും ഇതേപോലെ തന്നെ ചെയ്യണം. അപ്പോൾ ബാക്ക് സൈഡിൻ്റെയും ഇതുപോലെ സെൻറ്റർ പോർഷൻ കാണാം. സെൻറ്റർ കണ്ടിട്ട് നമുക്ക് ഏത് ടൈപ്പ് ഇതാണോ വേണ്ടത്, നെക്കാണോ വേണ്ടത്, അത് മാർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ടൊന്ന് ട്രേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ സ്ലീവും അതുപോലെ തന്നെ നെക്കും ഒന്നും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മാർക്കിങ്സൊക്കെ അതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളൊരു വീനെക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വീനെക്ക് കൊടുത്തിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഈ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ആ സെയിം മെത്തേഡിൽ എന്ത് ചെയ്യണം, നെക്കും 2 സ്ലീവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് നല്ല വശത്തേക്ക് തിരിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ തിരിച്ചെടുത്തതിന് ശേഷം നമുക്ക് താഴ്ഭാഗം ഉണ്ടല്ലോ, താഴ്ഭാഗം നമുക്ക് വേണമെങ്കിൽ മടക്കിയിട്ട് ഹെം ചെയ്യാം, അതല്ലെങ്കിൽ മടക്കിയിട്ട് ലൈനിങ് അമ്മയ്ക്ക് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പുറത്തോട്ട് സ്റ്റിച്ച് തീരെ കാണാത്ത രീതിയിലാണ് ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അത് ഇപ്പം നമ്മൾ ഈ ചെയ്ത മെത്തേഡ് ഉണ്ടല്ലോ, ഈ മെത്തേഡ് തന്നെ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്ത് ഫിനിഷ് ആക്കാം. ഓക്കെ, അപ്പോൾ ബാക്ക് സൈഡിലും ഇതുപോലെ എക്സ്ട്രാ എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക. ഇനി രണ്ടും ഒന്ന് അയൺ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഷോൾഡർ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോൾഡറിൻ്റെ ഉള്ളിലേക്ക് മറ്റേ ഷോൾഡറിനെ ഇതുപോലെ കടത്തി വയ്ക്കുക. അതായത് ബാക്ക് സൈഡിലെ ഷോൾഡറിനെ ഫ്രണ്ടിലെ ഷോൾഡറിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ കടത്തി വയ്ക്കാം. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെയ്യേണ്ടത് അതായത് ഇങ്ങനെ നിർത്തിയിട്ടിട്ട് ആ ഫ്രണ്ടിൽ ആ ഒരു സംഭവമില്ലേ നമ്മുടെ ലൈനിങ്, അതിനെ മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് എടുക്കാം. ഇതേപോലെ എടുക്കാം. നമ്മൾ ആദ്യമൊക്കെ ഷോൾഡർ ജോയിൻ ചെയ്ത ആ ഒരു രീതി തന്നെ ഇപ്പം നമ്മളിവിടെ രണ്ടും അറ്റാച്ച് ചെയ്തതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാനുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനിങ് സൈഡ് രണ്ടും അടുപ്പിച്ചടുപ്പിച്ച് വരും, മെയിൻ ഫാബ്രിക് രണ്ടും അടുപ്പിച്ചടുപ്പിച്ച് വരും. എന്നിട്ട് അതിനെ ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് നിങ്ങളൊന്ന് തിരിച്ച് നോക്കുക. കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ വീണ്ടും തിരിച്ചിട്ട് ഒരു 2-3 സ്റ്റിച്ച് ഇട്ടിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് വയ്ക്കാം. ഇതേ മെത്തേഡിൽ തന്നെ 2 ഷോൾഡറും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഫിനിഷായിട്ട് നമുക്ക് സ്റ്റിച്ചൊന്നും കാണാതെ പുറത്തോട്ടൊന്നും കാണാതെ നല്ല രീതിക്ക് തന്നെ കിട്ടും. ഇപ്പം ഇങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റിച്ചോ അല്ലെങ്കിൽ ഒരു നൂലോ ഒന്നും പുറത്തോട്ട് കാണാതെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇപ്പോൾ താഴ്ഭാഗം കണ്ടോ എങ്ങനെയാണ് മടക്കി അടിക്കണേന്ന്. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം നെക്കും സ്ലീവൊക്കെ അടിച്ച പോലെ തന്നെ ആ ലൈനിങ്ങിൻ്റെ ഇത് കൂടെ ഉള്ളിലോട്ട് മറച്ചെടുത്തിട്ട് ആ 1 ഇഞ്ച് ഗ്യാപ്പിൽ കുറച്ച് ബാലൻസ് നിൽക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാട്ടോ. ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ആ 1 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് അവിടെ ഒന്ന് മടക്കി അടിക്കുക. നമ്മുടെ മെയിൻ ഫാബ്രിക്കുമെന്ന് പോവാൻ അങ്ങനെ നൂല് വരാതിരിക്കാൻ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഫിനിഷായിട്ട് കിട്ടും. നമുക്ക് ഒരു സ്റ്റിച്ചോ നൂലോ ഒന്നും പുറത്തോട്ട് കാണാത്ത രീതിയിൽ എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ കിട്ടും. ഓക്കെ, ഇനി അയൺ ചെയ്തെടുത്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ മെയിൻ സൈഡ് അതായത് നല്ല വശത്ത് വെച്ചിട്ട് രണ്ടിനെ ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ലോക്കിംഗ് മെഷീൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ലോക്കിംഗ് മെഷീൻ ഇല്ലാത്തവർ ഈ ഒരു രീതിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ സീം അലവൻസ് ഇങ്ങനെ നിൽക്കില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു കുഞ്ഞൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്ക് സൈഡിലേക്ക് തിരിച്ചിട്ട് ഇനി നമ്മുടെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിങ്ങിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു 3 സ്റ്റിച്ചൊക്കെ ഇട്ട് കെട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ടോപ്പ് കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഫിനിഷായി വന്നിട്ടുണ്ട് എല്ലാ സൈഡും. എന്തെങ്കിലും നൂലൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക, ഒന്നും ഉണ്ടാവില്ല, കാരണം നമ്മളെല്ലാം ഉള്ളിലേക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. പല ടൈപ്പ് പ്ലീറ്റ്സ് ഉണ്ട്, നിങ്ങൾ ഏതാണെന്ന് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതിട്ട് കൊടുക്കുക. പ്ലീറ്റ്സിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു 6 ടൈപ്പ് ഡിഫറെൻറ്റ് പ്ലീറ്റ്സ്. കാണാത്തവരുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് പ്ലേ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിട്ടിട്ടുള്ള എല്ലാ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസും അതിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ടിട്ട് നമ്മളുടെ ആ ഒരു വേസ്റ്റ് റൗണ്ടിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റിലേക്ക് ആക്കിയതിന് ശേഷം ഈ നമ്മൾ ബാൻഡിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിരുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഈ പ്ലീറ്റ് ഇട്ട ഇതുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ ജോയിൻ ചെയ്യുന്നത് പ്ലീറ്റ് ഇട്ടതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ജോയിൻ ചെയ്യുന്നത്. കാരണം നമുക്ക് വശത്തേക്കാണല്ലോ മടക്കേണ്ടത്. സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളവിടെ ചെറിയൊരു സ്ലിറ്റ് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്കേർട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചുരിദാറിനൊക്കെ സ്ലിറ്റ് ഇട്ട് കൊടുക്കില്ലേ, ആ സ്ലിറ്റ് പോലെ തന്നെ സൈഡ് പോർഷൻ ജോയിൻ ചെയ്തിട്ട് ഇതേപോലെ ഒരു സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും അറിയണ്ടാവും എന്ന് വിചാരിക്കുന്നു, നമ്മൾ തന്നെ 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസൊക്കെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതും കൂടി നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മടക്കി അടിക്കുക ബാൻഡിനെ. അപ്പോൾ 2ആയിട്ട് മടക്കുക. കുറച്ച് കട്ടിയിൽ നിൽക്കും ചെയ്യും, നമുക്ക് നല്ല സെക്യൂറായിട്ട് വള്ളി ഇടേണ്ടവർക്ക് വള്ളി ഇടാം, അതല്ലെങ്കിൽ നമുക്ക് ഹുക്ക് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഏത് രീതിയിൽ ചെയ്താലും കുഴപ്പമില്ല. നമുക്കതിനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഉൾവശത്തേക്കാണ് കേട്ടോ മടക്കി അടിച്ചിട്ടുള്ളത്. നമ്മുടെ ഫ്രണ്ട് സൈഡിലല്ല, ഉൾവശത്താണ് മടക്കി അടിക്കുന്നതെല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും കോസ്റ്റ്യൂംസ് കസ്റ്റമൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാൻ ഉണ്ടെങ്കിൽ നമുക്ക് വീണ വിഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതിൽ DM ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലും ഇഷ്ടമുള്ള മോഡലിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. വിഷു കോസ്റ്റ്യൂംസോ ട്രഡീഷണൽ കോസ്റ്റ്യൂംസോ എന്താണെങ്കിലും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലൊന്ന് മെസ്സേജ് അയക്കാം കേട്ടോ. നമ്മളിതിന് വേണ്ടിയിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഒരു 2 ബോസ് കൂടിയിട്ട് ഞാൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഒരെണ്ണം നമ്മുടെ സ്കേർട്ടിൻ്റെയും ഒരെണ്ണം ടോപ്പിൻ്റെയും മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഈ ബോ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കാം. ഇനി ഇതും കുറച്ച് അലങ്കാരപ്പണികൾ കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ നടുക്ക് വരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതുമ്മ കുറച്ച് നമ്മുടെ ഫാബ്രിക് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ബീഡ്സില്ലേ, അത് ഷുഗർ ബീഡ്സ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു വയലറ്റുമ്മ ബീഡ്സ് വരുമ്പോൾ നല്ല രസമുണ്ടാവും, ഒരു മാച്ചിങ് ആയിട്ട് വരും. അതുപോലെ തന്നെ ഈ യെല്ലോ കളറുള്ള അതുണ്ടല്ലോ, ആ യെല്ലോ കളറുമ്മ ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് ഉള്ളൊരു സ്റ്റോൺ വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വിഷുവിന് നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഏജിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും മോഡലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്തിട്ട് ഇപ്പോൾ എന്തെങ്കിലും റീക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിലെ ഫോട്ടോസൊക്കെ അയച്ചു തരാണെങ്കിൽ നമുക്കതുപോലെ റീക്രിയേറ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ആ സ്റ്റോണും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ ഫൈനൽ ലുക്ക് ഞാൻ ഈ വീഡിയോയുടെ എൻഡിലായിട്ട് കൊടുക്കാം കേട്ടോ. ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എന്തെങ്കിലും ഒന്ന് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതൊന്നും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്